ഗൈസ് നമുക്ക് ഇന്നൊരു പൊതിച്ചോറ് തയ്യാറാക്കിയാലോ. അതിനായിട്ടുള്ള എല്ലാ ഉമ്മ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ. നല്ല അടിപൊളി അയല പൊരിച്ചത്, മുട്ട പൊരിച്ചത്, ഉരുളക്കിഴങ്ങ് കറി, പിന്നെ മീൻകറി വറ്റിച്ചതുമാണ്. ഇത് മാത്രമല്ല വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും ബീറ്റ്റൂട്ട് തോരഞ്ഞുണ്ട്. ആദ്യം തന്നെ ഇതാ ചോറ് വെച്ചു, ഓരോരോ തോരനായിട്ട് വെച്ചു കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊതിയിൽ കഴിക്കാനായിട്ട്. ഇതിനു മുമ്പേ ഞാൻ ഒരു പൊതിച്ചോറ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ അത് എന്താണ് പൊതിച്ചോറായി കഴിക്കുക. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. എല്ലാം സെറ്റ് ചെയ്യുന്നത് വേറെ ആരുമല്ല, ഉമ്മയാണ്. ഞാൻ വലിയെടുത്ത പൊതിയിട്ടാ നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ എന്തെന്ന് പറഞ്ഞോ ഉമ്മ നന്നായിട്ട് പറഞ്ഞു എഴുതുന്നത്. പക്ഷെ എനിക്ക് എത്ര പറഞ്ഞാലും സെറ്റ് ആവുന്നില്ല. അങ്ങനെ അവസാനം ഉമ്മ തന്നെയാണ് പൊതിയൊക്കെ കെട്ടുന്നത്. ഇത് പൊതിയുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉമ്മ കെട്ടുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും ഒരു പൊതിച്ചോറ് കെട്ടി ഇങ്ങനെ വെച്ച് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം കഴിക്കുക, എങ്കിലും അതിനൊരു ടേസ്റ്റ് അറിയത്തുള്ളൂ. ഇത്രയും വലിയ പൊതി എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത്തത്തായി ഞാനും ഞാസിയും ഒത്തു കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറെ ചോറിട്ട് സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പൊതി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും എന്റെ ക്ഷമയ്ക്ക് ഒരു മണിക്കൂറൊന്നും പറ്റത്തില്ല. ഒരു അരമണിക്കൂർ ആയപ്പോഴേ ഞാൻ ഓപ്പൺ ചെയ്തു. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പൊതിയിലൂടെ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.